ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ 3rd യൂണിറ്റിലെ ലാഫിംഗ് സോങ് എന്ന പോയമാണ് നോക്കുന്നത്. ലാഫിംഗ് സോങ് എഴുതിയത് വില്യം ബ്ലെയ്ക്ക് ആണ്. ആദ്യം ഈ പോയം ഒന്ന് റിസൈറ്റ് ചെയ്ത് തരാം, എന്നിട്ട് എക്സ്പ്ലനേഷനിലേക്ക് കടക്കാം. ലാഫിംഗ് സോങ് ബൈ വില്യം ബ്ലെയ്ക്ക്. When the green woods laugh with the voice of joy, and the dimpling stream runs laughing by, when the air does laugh with our merry wit, and the green hill laughs with the noise of it. When the meadows laugh with lively green, and the grasshopper laughs in the merry scene, when Mary and Susan and Emily with their sweet round mouths sing ha ha he. When the painted birds laugh in the shade, where our table with cherries and nuts is spread, come live and be merry and join with me to sing the sweet chorus of ha ha he. ഒരു കുഞ്ഞു പോയമാണിത്. 3 സ്റ്റാൻസ മാത്രമേ ഉള്ളൂ. ലാഫിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ചിരിക്കുക എന്നുള്ള അർത്ഥമാണല്ലേ. അപ്പം ചിരിക്കുന്നത് എപ്പോഴാ? നമുക്ക് സന്തോഷം വരുമ്പോഴാണ്. അപ്പോൾ ഈ പോയം സന്തോഷത്തെക്കുറിച്ചുള്ള ഒരു പോയമാണ്. സംടൈംസ് ദ ഷിയർ പ്രസൻസ് ഓഫ് നേച്ചർ ഫിൽസ് us വിത്ത് ജോയ്. ചിലപ്പോഴൊക്കെ പ്രകൃതിയുടെ സാന്നിധ്യം നമ്മളെ സന്തോഷഭരിതരാക്കാറുണ്ട്. വി സീ ലാഫ്റ്റർ ആൻഡ് ഹാപ്പിനെസ് ഓൾ അറൗണ്ട് us. നമുക്ക് ചുറ്റിനും നമ്മൾ ലാഫ്റ്ററും ഹാപ്പിനെസ്സും കാണുന്നു, ചിരിയും സന്തോഷവും എല്ലാം കാണുന്നു. ലെറ്റ്സ് റീഡ് ദ പോം. നമുക്കിനി പോയം വായിച്ചു നോക്കാം. When the green woods laugh with the voice of joy. എന്ന് വെച്ചാൽ എന്താ? മരങ്ങളുടെ പച്ചപ്പ് കാണുമ്പോൾ ഒരു ലൈഫും ഹാപ്പിനെസ്സും ഒക്കെ തോന്നും അല്ലേ? മരങ്ങൾ സന്തോഷകരമായ ശബ്ദത്തോടെ ചിരിക്കുന്നതായിട്ടാണ് ഇവിടെ കവി പറഞ്ഞിരിക്കുന്നത്. അതായത് കാറ്റത്ത് മരങ്ങൾ ഇളകുമ്പോൾ ഒരു മർമ്മര ശബ്ദം കേൾക്കുമല്ലോ, ആ ശബ്ദം മരങ്ങളുടെ ചിരിയായിട്ടാണ് കവി പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദ ഡിംപ്ലിംഗ് സ്ട്രീം റൺസ് ലാഫിംഗ് ബൈ. ഡിംപിൾ എവിടെയുള്ളത്? കവിളിൽ ഡിംപിൾ ഉണ്ടാവും അല്ലേ? അപ്പം നദിയുടെ ഡിംപിൾ എന്ന് പറയുന്നത് എന്താണ്? ഓളങ്ങളാണ്. നമ്മളൊരു കല്ലെടുത്ത് നദിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഓളങ്ങൾ രൂപപ്പെടും. അപ്പം ആ ഡിംപിളും ഈ ഡിംപിളും ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയാൽ നമ്മൾ ചിരിക്കുമ്പോഴാണ് നുണക്കുഴി കാണാറ്. അതുപോലെ തന്നെ പുഴ ചിരിക്കുന്നു. ഓളങ്ങൾ നിറഞ്ഞ പുഴ ചിരിച്ചുകൊണ്ട് ഒഴുകുന്നു. പുഴ ഒഴുകുമ്പോഴുള്ള കളകള ശബ്ദവും അലകളുമെല്ലാം പുഴയുടെ ചിരിയായാണ് കണക്കാക്കുന്നത്. വെൻ ദ എയർ ഡസ് ലാഫ് വിത്ത് അവർ മെറി വിറ്റ്. ഈവൻ നമുക്ക് ചുറ്റിനുമുള്ള അന്തരീക്ഷം പോലും നമ്മുടെ സന്തോഷത്തിൽ പങ്കുചേരുകയാണ്. അതായത് പോസിറ്റീവ് വൈബിൽ ആ ചുറ്റുപാടും പങ്കുചേരുന്നു. ആൻഡ് ദ ഗ്രീൻ ഹിൽ ലാവ്സ് വിത്ത് ദ നോയ്സ് ഓഫ് ഇറ്റ്. പച്ചപ്പ് പൊതിഞ്ഞു നിൽക്കുന്ന കുന്നും സന്തോഷം പ്രതിഫലിപ്പിക്കുന്നു. നമ്മളൊരു കുന്നിൻ്റെ മുകളിൽ കയറി നിന്ന് ഉറക്കെ കൂവിയാൽ ആ ശബ്ദം പ്രതിധ്വനിച്ച് കേൾക്കും അല്ലേ? എക്കോയായിട്ട് വരും അല്ലേ? അങ്ങനെയാണ് കുന്നും സന്തോഷം പ്രകടിപ്പിക്കുന്നത്. കുന്നിൻ്റെ മുകളിലും മരങ്ങൾ ഉണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ നോയ്സ് അറ്റ്മോസ്ഫിയർ ഉണ്ടാവും അല്ലേ? ഒരുപാട് ശബ്ദങ്ങളൊക്കെ ഉണ്ടാവും. ആ ശബ്ദങ്ങളിലൂടെയൊക്കെയാണ് ആ പച്ചപ്പ് നിറഞ്ഞ കുന്നും സന്തോഷം പ്രകടിപ്പിക്കുന്നത്. വെൻ ദ മെഡോസ് ലാഫ് വിത്ത് ലൈവ്ലി ഗ്രീൻ. മെഡോസ് എന്താ? പുൽമേടാണല്ലേ. പുൽമേട് എങ്ങനെയാണ് സന്തോഷിക്കുന്നത്? പച്ചപ്പ് നിറച്ചിട്ടാണ് മെഡോസ് സന്തോഷിക്കുന്നത്. പുൽമേടുകളിൽ നിറയെ പച്ചപ്പ് ഉണ്ടാവുമ്പോൾ മെഡോസിന് സന്തോഷമാവും അല്ലേ? പുൽമേടും അങ്ങനെയാണ് സന്തോഷിക്കുന്നത്. സമൃദ്ധമായ ജീവിതത്തെയും സന്തോഷകരമായ അന്തരീക്ഷത്തെയുമാണ് മെഡോസ് ലാഫ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ ഗ്രാസ്ഹോപ്പർ ലാഫ്സ് ഇൻ ദ മെറി സീൻ. പുൽച്ചാടിയും ചിരിക്കുന്നു. നല്ല പച്ചപ്പൊക്കെ കാണുമ്പോൾ പുൽച്ചാടിക്കും സന്തോഷമാണ്. അപ്പോൾ പുൽച്ചാടിയും ചിരിക്കുകയാണ്. വെൻ മേരി ആൻഡ് സൂസൻ ആൻഡ് എമിലി വിത്ത് എ സ്വീറ്റ് റൗണ്ട് മൗത്ത് സിംഗ് ഹാ ഹാ ഹി. മേരിയും സൂസനും എമിലിയും ഇവരൊക്കെ ആരാ? കുട്ടികളാണല്ലേ. കുട്ടികളെല്ലാവരും അവരുടെ മനോഹരമായ വാഗൊണ്ട് ഹ ഹ ഹ എന്ന് പാടുകയാണ്. കുട്ടികളും ചിരിക്കുന്നു, സന്തോഷിക്കുന്നു. വെൻ ദ പെയിന്റഡ് ബേർഡ്സ് ലാഫ് ഇൻ ദ ഷെയ്ഡ്. പെയിന്റഡ് ബേർഡ്സ് എന്ന് പറയുന്നത് എന്താണ്? കളർഫുൾ ആയിട്ടുള്ള വൈബ്രന്റ് കളേഴ്സിലുള്ള പല തരത്തിലുള്ള ബേർഡ്സിനെ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ? അപ്പം നല്ല ഭംഗിയുള്ള ഈ പക്ഷികൾ തണലിൽ വിശ്രമിക്കുമ്പോഴും ചിരിക്കുകയാണ്. അവരെങ്ങനെയാണ് സന്തോഷം പങ്കുവെക്കുന്നത്? അവർ ചേർപ്പ് ചെയ്തുകൊണ്ടല്ലേ, അവർ ചിലയ്ക്കും. അപ്പം വളരെ സന്തോഷത്തോടെ അവർ ചിലയ്ക്കുന്നു. Where our table with cherries and nuts is spread. ടേബിളിൽ എന്തൊക്കെയുള്ളത്? ചെറീസ് ഉണ്ട്, നട്ട്സ് ഉണ്ട്. അപ്പം അതൊരു സെലിബ്രേഷൻ മൂഡാണല്ലേ. അപ്പം ആ സെലിബ്രേഷനിൽ സന്തോഷിക്കാനായിട്ട് കവി നമ്മളെ വിളിക്കുകയാണ്. Come live and be merry and join with me to sing the sweet chorus of ha ha he.
അപ്പം കവി പറയാണ്, എന്നോടൊപ്പം ഈ സന്തോഷത്തിൽ പങ്കുചേരൂ, സന്തോഷം ഷെയർ ചെയ്യൂ, എന്നിട്ട് സന്തോഷത്തിന്റെ ഈ പാട്ടുകൾ പാടൂ എന്ന് കവി പറയുവാണ്. പ്രകൃതിയിലെ എല്ലാവരും സന്തോഷിക്കുന്നുണ്ട്, അപ്പോൾ നമുക്കും ആ സന്തോഷത്തിൽ പങ്കുചേരാം എന്ന് പറഞ്ഞ് കവി നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ നമ്മൾ കണ്ടെത്തണം. എല്ലാവർക്കും അവരവരുടേതായ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഉണ്ടാവും സന്തോഷിക്കാനായിട്ട്. അപ്പം നമ്മൾ അതൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ സന്തോഷിക്കണം. നമ്മൾ ഒരിക്കലും ദുഃഖിച്ചിരിക്കാൻ പാടില്ല, നമ്മളെപ്പോഴും സന്തോഷവാന്മാരായിരിക്കണം. ഇത്രയേ ഉള്ളൂ ഈ ഒരു കുഞ്ഞു പോയം. ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. പ്ലീസ് ഡ്രോപ്പ് യുവർ വാല്യുബിൾ ഫീഡ്ബാക്ക് ഇൻ ദ കമന്റ് സെക്ഷൻ. താങ്ക് യു.